ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. പിന്നെ എല്ലാവരും ചായയൊക്കെ കഴിച്ചില്ലേ? ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല, അപ്പോൾ ഇന്നലെയും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചായ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ രാവിലെ കഴിയണതാണ്, കുളിച്ചിട്ടാണ് അധികം ചായ കഴിക്കാറുള്ളൂ. കാരണം കുറച്ച് വൈകി കുളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എപ്പോഴെങ്കിലും വൈകി കുളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്നും രാവിലെ കുളിച്ച് ശീലമായതുകൊണ്ട് കുളിയുടെ കാര്യത്തിൽ മാറ്റം വരുത്താറില്ല. പരമാവധി രാവിലെ തന്നെ കുളിക്കും, എണീറ്റ് വന്നാൽ കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ആദ്യം മുതലേ അങ്ങനൊരു ശീലം ഉണ്ടായതുകൊണ്ട് ആദ്യം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽക്ക് തന്നെ അങ്ങനെയാണ് ശീലം. പിന്നെ പഠിക്കുന്ന കാലത്തും അത് രാവിലെ എൻ്റെ വീടിൻ്റെ അവിടെ അമ്പലം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ രാവിലെ കുളത്തുനിന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അങ്ങനെയാണ് ശീലിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആ ശീലം ഇങ്ങനെ തുടർന്ന് പോകുന്നു ഇതുവരെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അമ്പലം അത്ര അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളവിടെ ഒരു അമ്പലം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെറിയ പ്രതിഷ്ഠയും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അധിക ദിവസം അവിടെ പോയി തൊഴാറുണ്ട്. അപ്പോൾ അതൊരു കുട്ടിക്കാലത്തൊരു ശീലം. അതിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഉണ്ണേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. അമ്മ നേരത്തെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറി തന്നെ ചെയ്തിരുന്നുള്ളൂ അമ്മ. അപ്പോൾ പിന്നെ ആ ശീലം കണ്ടു പഠിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ജീവിത രീതികൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നും അതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ അതന്നെയല്ലേ നല്ലത്. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ഫീലാണ്. പിന്നെ നമ്മളെ ഉറങ്ങിനീറ്റ ആ ഒരു ഇതൊക്കെ മാറി നമുക്ക് വൃത്തിയായിട്ടും ഒരു സുഖമായിട്ടൊക്കെ തോന്നിക്കുന്നതും രാവിലെ കുളിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഇഷ്ടമാണത്. എല്ലാവരും അങ്ങനെ ആവണമെന്നോ ആയിക്കോളണമെന്നൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്, എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് മാത്രം. പിന്നെ വീട്ടുജോലി അല്ലെങ്കിൽ അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോൾ ചളി ആവിലേക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അങ്ങനെ വലിയൊരു ചളി ആവുന്നൊരു ശീലമല്ല എൻ്റെത്. എനിക്ക് അങ്ങനെ ഞാൻ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട്, സാരി ഉടുത്തിട്ടൊക്കെ എങ്ങനെ ജോലി ചെയ്യും, സാരി ഉടുക്കുമ്പോൾ പിന്നെ അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചളിയാവില്ലേ, വൃത്തിയിടാവില്ലേ എന്നൊക്കെ ചോദിക്കും. എൻ്റെത് പരമാവധി ആവാറില്ല. ഇനി എപ്പോഴെങ്കിലും അങ്ങനത്തെ വെള്ളം കൊണ്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും നനയ്ക്കുക അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമൊക്കെയാണ് ചളി ആവാറുള്ളൂ. അല്ലാതെ ഒരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ ചളി അങ്ങനെ ആവാറില്ല. അപ്പോൾ ഞാൻ ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ശീലം. ചളിയോ പൊടിയോ ആവണ ഒരു ജോലിയാണ് ചെയ്തിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മേല് കഴുകുകയോ കുളിക്കുകയോ ചെയ്തിട്ട് ഡ്രസ്സ് മാറ്റും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. പിന്നെ ഞാൻ പറയാൻ വന്നൊരു എൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. വിശേഷം ഒന്നുമല്ല, അത് കേൾക്കുമ്പോൾ എന്തപ്പോൾ ഇതൊരു വിശേഷമാണോ എന്നൊക്കെ തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു വിശേഷം തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷമാവാൻ, ഈ 30ാം വിവാഹ വാർഷികമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പുറത്തൊരു ഫങ്ഷനിൽ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാരംഗത്തേക്കൊന്നും അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടോ ചെയ്തിട്ടോ ഒന്നുമില്ല. സ്കൂളിൻ്റെ കാലത്തും പിന്നീടുള്ള കുറച്ച് കല്യാണം കഴിയുന്ന വരെയുള്ള കാലഘട്ടത്തിൽ മാത്രം ഞാൻ കലോത്സവങ്ങളിലും പിന്നെ അങ്ങനെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച ഡാൻസും ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എങ്കിലും ഡാൻസും തിരുവാതിര ഒപ്പന ഇതൊക്കെ കളിച്ച് ശീലമുള്ള ഒരാളാണ്. സ്കൂൾ കലോത്സവങ്ങളിലും പിന്നെ ജില്ലാതലം വരെ മത്സരത്തിന് പോയിട്ടൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ആ എല്ലാതും വിട്ട് ഞാൻ ഇത്രയും വർഷം ഒരു വീട്ടമ്മ കുടുംബിനിയായിട്ട് മാത്രം ജീവിച്ചിട്ടുള്ളൂ. ഞാൻ പുറത്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു കാര്യത്തിനും പോയിട്ടോ ഇറങ്ങിയിട്ടോ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരവസരം വന്നതാണ്. ഞങ്ങളുടെ ഇവിടെ ഇന്നൊരു ടീമുണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്തുള്ള അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ ശിവരാത്രിക്ക് തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീമുണ്ടാക്കിയിട്ട് ഞങ്ങൾ 18 പേര് ഉണ്ടെന്നാണ്. ഇപ്പോൾ 18 പേര് കളിക്കുന്നുണ്ട്. 20 പേരുണ്ടായിരുന്നു, 2 പേർക്ക് ഓരോ സാഹചര്യം കൊണ്ട് പറ്റാതെയായിട്ട് അവർ മാറി. ഇപ്പോൾ 18 പേര് ഞങ്ങളൊരു ടീമാക്കിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ടോ കളിക്കാൻ തുടങ്ങിയിട്ട്. ഏതായാലും അതൊക്കെ ഏകദേശം മുക്കാലും പഠിച്ചു. അപ്പോൾ അതൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. കാരണം ഞാൻ ഇത്രയും വർഷം അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാതിരുന്നിട്ട് ഇപ്പോഴല്ലേ ഞാൻ അതിന് പോണത്. അപ്പോൾ ഞാൻ ആ സന്തോഷം നിങ്ങളോട്
അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കളിക്കണം തന്നെയാണ് വിചാരിക്കുന്നത്. കളിക്കും എന്തായാലും. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും പഠിക്കുന്നുണ്ട്. 18 പേര് ഉണ്ട്. 20 പേര് വെച്ചിട്ടാണ് തുടങ്ങിയത്. 2 പേർക്ക് ഓരോ സാഹചര്യം കൊണ്ട് മാറിപ്പോയി അവർ. അപ്പം ഇനി 18 പേരുണ്ട്. അപ്പം എനിക്ക് ആദ്യം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ കളിച്ചതുകൊണ്ട് എനിക്ക് ഈ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റണമൊക്കെ ഉണ്ട്. അത്ര റിസ്ക് ആയിട്ടൊന്നും തോന്നണില്ല. 2 ദിവസം കാലിനൊക്കെ ഒരു വേദന, ഊരയ്ക്കൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ അങ്ങനെ ശരീരം ഇളക്കി അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു ഇതില്ലല്ലോ. ജോലി ചെയ്യണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ 2 ദിവസം ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി, മുട്ടുവേദനയൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പം പ്രശ്നമൊന്നുമില്ല. അപ്പം കൂടുതലൊരു എനർജി ആണ് ഫീൽ ചെയ്യണത്. ശരീരത്തിനൊക്കെ തന്നെ ഒരു സുഖം. നമ്മൾ ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ ഉരുകിപ്പോയ പോലെ, അതുകൊണ്ടൊരു സുഖമാണ് ശരീരത്തിന്. സത്യം പറയുക വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ശരി തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്ക് കളിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം ഫീൽ ചെയ്യണത്. ശരീരത്തിന് നല്ല റിലാക്സാണ്. പിന്നെ എല്ലാവരും അത്രയും പേരൊക്കെ 10-18 പേര് കൂടി അത് കളി കഴിഞ്ഞ് വരുന്നവരെ അവിടെ ചിരിയും ബഹളവും. നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പകുതി സമയം ചിരിക്കാനും വർത്തമാനം പറയാനും അങ്ങനെയാണ് അവിടെ പോണത്. അടുത്തൊരു വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പ്രാക്ടീസ്. ഇപ്പോൾ എനിക്കധികം ദൂരമൊന്നും പോകണ്ട. കുറച്ച് പേരൊക്കെ കുറച്ച് ദൂരത്ത് നിന്ന്, കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ 1-2 പേരെ കുറച്ച് ദൂരത്ത് നിന്ന് വരുന്നവരുള്ളൂ. മറ്റേതൊക്കെ ഒരു വീടിന് ചുറ്റു ഭാഗത്തുള്ള ആൾക്കാർ തന്നെയാണ്, അറിയണ കുട്ടികളൊക്കെ തന്നെയാണ് കളിക്കുന്നത്. ഞാനൊക്കെയാണ് കുറച്ച് സീനിയറുള്ളൂ കേട്ടോ. ഇതിനേക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളാണ് ഉള്ളവരൊക്കെ. എല്ലാവരും അമ്മമാർ തന്നെയാണ്. അമ്മമാരല്ലാത്തവരാരുമില്ല, എല്ലാവരും അമ്മമാർ തന്നെയാണ്. പക്ഷെ പ്രായം കുറഞ്ഞ കുട്ടികളാണെന്ന് മാത്രം. ഒക്കെ ഒരു 30 വയസ്സിന് താഴേക്കുള്ള കുട്ടികളാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങി കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദിവസവും പ്രാക്ടീസ് ഉണ്ട്. ഈവനിങ്ങിലാണ് ഒരു 3 to 5:30 അത്ര സമയം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ എല്ലാവർക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണ്. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾ വരുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് 5-5:30 അത്രയാണ് ഞങ്ങൾ അധികം ചെയ്യാറ്. 3 to 2 മണിക്കൂറാണ് കാര്യമായിട്ട് പ്രാക്ടീസ്. 3/4 ഭാഗം പഠിച്ചെടുത്തു. 3/4 ഫുള്ളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒക്കെ ഇനി കുറച്ച് ഭാഗങ്ങൾ തറവാക്കാനുണ്ട്. അത് ഇനി ഉണ്ടല്ലോ 2 ആഴ്ച നല്ലോണം ഉണ്ടല്ലോ. അപ്പോൾ ആ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഫുള്ളാക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും വർഷം വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എൻ്റെ ഫ്രണ്ടിനോടാണ് എനിക്ക് കൂടുതൽ സന്തോഷം. കാരണം അവളാണിത് നമുക്ക് ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ട് കുറേ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് ആക്കിയത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കൊരു ടീം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് എല്ലാം ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ ഞങ്ങൾ അത്ര ആളും വന്നു. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിക്കും, ഇത്രയും കല ഉള്ളിലുള്ള ആൾക്കാരായിരുന്നോ എല്ലാവരും? നമ്മളിവിടെ ഇതുവരെ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇത്രയും കലയോട് താല്പര്യം, കല ഉള്ളിലുള്ളവരും ആയിരുന്നോ എന്നുള്ളത് ചോദിക്കും. കാരണം എല്ലാവരും വീട്ടമ്മമാരായിട്ട് വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോണ കുട്ടികളുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടോ പിന്നെ അങ്ങനെ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ അവർ വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഞാൻ എല്ലാവരും അടുത്തോ. അപ്പോൾ എല്ലാവരും ചിരിക്കും. കാരണം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തതിൽ തന്നെ. കുറേ നമുക്കൊരു മനസ്സിനൊരു റിലാക്സ്. കാരണം അത്രയും സമയം അവരെ കൂടെ കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞ് കളിച്ച് അപ്പോൾ അതിൻ്റെ രസം. പിന്നെ നമ്മളെ ശരീരത്തിനും ഈ ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, 2 മണിക്കൂർ ഫുള്ളായിട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ശരീരത്തിനും ഉണ്ട്, മനസ്സിനും ഉണ്ട്. പിന്നെ ഒരു പബ്ലിക് സ്പേസിൽ കളിക്കാൻ പോവുകയല്ലേ. ഞാൻ അമ്പലത്തിലാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് പേരുണ്ടാവും എന്തായാലും. പിന്നെ ഇന്നലെ വീഡിയോ ഇടാത്തത് എന്തേന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എൻ്റെ മോൻ്റെ വെബ് സീരീസിൻ്റെ ഷൂട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അവർക്ക് ഫുഡ് വേണം. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കാരണം കൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നും വൈകിട്ടാണ് കേട്ടോ. അവർ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇന്നലെ വന്നത്. പിന്നെ അതിന് ശേഷമാണ് ഷൂട്ട് തുടങ്ങി. ഒരു രാത്രി 1 മണി, രാത്രി എന്ന് പറയാമല്ലോ, 1 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. അവരത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട്
അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നു. പിന്നെ ഞാൻ 1-2 വീഡിയോ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കുമ്പോൾ അതൊന്നും അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല, ഇടാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാനും വേണം ടൈം. പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോണതിൻ്റെ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ല. അതാണ് ഉണ്ടായത്. എല്ലാ സാഹചര്യം കൂടി നമുക്ക് ഒത്തുവരണ്ടേ. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ അവരുടെ ഇത്രയും കുട്ടികൾക്ക് ഒഴിവ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അതിനനുസരിച്ച് എല്ലാവർക്കും ഒഴിവുള്ളപ്പോഴല്ലേ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ അവർ ഇവിടെയാണ് അതിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യണത്. ഇതിപ്പോൾ ഒറ്റ ഷോട്ട് കൊണ്ടൊന്നും അങ്ങനെ പറ്റണില്ല. ഒരു 4-5 ടേക്ക് പോയിട്ടൊക്കെയാണ് ഓരോ സീനും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സമയം വരികയാണ്. കുറേ സമയം വേണം ഓരോ സീൻ തന്നെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്ക്. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. ഇതൊന്നും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ അവർക്ക് ഫുഡ് വേണ്ടിയിരുന്നു. ഫുഡ് ഈവനിങ്ങിലാണ് ഷൂട്ടുണ്ട് ഇവിടെ വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ടേ അവർക്കുള്ളത്. അപ്പോൾ അതിനും കുറേ ടൈം വേണ്ടേ. പിന്നെ അത് വിളമ്പണം, കൊടുക്കണം. ആൺകുട്ടികളല്ല എല്ലാവരും. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ വിളമ്പി കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ തിരുവാതിരക്കളി അടിപൊളിയാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്തായാലും ഞാൻ കളി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇനിയുള്ള 2 ആഴ്ച ശിവരാത്രിക്കാണ്. മാർച്ച് 8-ാം തീയതി ശിവരാത്രി. അപ്പോൾ അന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. സാഹചര്യമൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്ന് വിചാരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ.